അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല എരിവും പുളിയുള്ള നല്ലൊരു ഗോവക്ക ഉപ്പേരി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 സവാള നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ചെറിയ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ചെറുതായി വഴന്നു വരുമ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വഴന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 സവാളയ്ക്ക് 2 തക്കാളി എന്ന വിധത്തിലാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വഴന്നു വരുമ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ച് പാകത്തിനിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ഗോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഗോവക്കയും മസാലയും കൂടി മിക്സാക്കി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചു കൊടുക്കാം. ഇടയ്ക്കിടെ നമുക്ക് വഴറ്റി കൊടുക്കാം. ആ വെള്ളം വറ്റുന്നതിനോട് കൂടി ഗോവയ്ക്കയും വെന്തിട്ടുണ്ടാകും. നല്ല എരിവും പുളിയുള്ള ഗോവയ്ക്ക തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.